സുജിത്ത്, ഇപ്പോൾ പത്മകുമാറിനെയും കൊണ്ട് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തി എന്ന് ആണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. കൃഷ്ണ, അല്പസമയത്തിനകം പത്മകുമാറിനെ ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും എത്തിയിട്ടില്ല, അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ 5ാമത്തെ അറസ്റ്റ് അത് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും കഴിഞ്ഞ 2 തവണ ചോദ്യം ചെയ്യലിനടക്കം 2 തവണ നോട്ടീസ് നൽകിയിരുന്നു പത്മകുമാറിന്. പക്ഷേ രണ്ടാമത് വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാറിന് 2ാമത് നോട്ടീസ് നൽകിയത്. ഇതോടെയാണ് അന്വേഷണം പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത്. ഇത് അല്പസമയത്തിനകം ഇവിടേക്ക് പത്മകുമാറിനെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ വാഹനം ഈ ആശുപത്രി കവാടം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാഹനം എത്തിയിരിക്കുകയാണ്. പത്മകുമാറിനെ കൊണ്ടുള്ള വാഹനം ഈ ജില്ലാ ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും കോടതിയിൽ റിമാൻഡിലേക്ക് പോകുമോ അതോ കസ്റ്റഡിയിൽ വിടുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പത്മകുമാറിനെ എത്തിച്ചിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കനത്ത പോലീസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു കേസിന്റെ കൂടി പ്രതികളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പത്മകുമാറിനെ കൊണ്ടുപോകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റും CPIM-ന്റെ ഉയർന്ന നേതാവുമായ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.